ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെൻറ്റ്സ് ആണ്. ഇത് നമ്മൾ ബ്രോഡ്ലി റിലീജിയസ്, പെസൻറ്റ്, സിവിൽ, ട്രൈബൽ എന്നീ പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാറുണ്ട്. സോ ഓരോ വീഡിയോയിലും ഓരോ മൂവ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു സീരീസ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിഗോ റിവോൾട്ടാണ്. ഇൻഡിഗോ റിവോൾട്ടിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1859 to 60 ആണ്. ഇൻഡിഗോ റിവോൾട്ട് എന്ന പേരിൽ തന്നെയുണ്ട് വാട്ട് ഇറ്റ്സ് റിലേറ്റഡ് ടു. ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഡൈ ആണ്. 18th and 19th സെഞ്ച്വറിയിൽ യൂറോപ്പിലുണ്ടായിരുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഡൈ ആയിരുന്നു ഇൻഡിഗോ. ഇന്ത്യയിൽ വളരെ ചീപ്പായ ലേബറിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇവർ ഏർലി 1777 തൊട്ട് തന്നെ ഇത് വളരെ എക്സ്റ്റെൻസീവായിട്ട് കൊമേഴ്ഷ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യൽ ആരംഭിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്തിരുന്നൊരു റീജിയൻ കൂടിയാണ് ബംഗാൾ. വലിയ ക്വാണ്ടിറ്റിയിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇവിടെയുള്ള കൾട്ടിവേറ്റേഴ്സിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു. യൂറോപ്യൻസ് ആയിട്ടുണ്ടായിരുന്ന പ്ലാന്റേഴ്സ് വളരെ എക്സ്പ്ലോയിറ്റ് ചെയ്തായിരുന്നു ഇവിടെ പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. ക്യാഷ് ക്രോപ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് റൈസ് പോലെയുള്ള ഫുഡ് ക്രോപ്സ് ഒന്നും വളർത്താൻ അനുവദിക്കാതെ ആയിരുന്നു ഇവിടെ ഫാം നടത്തിയിരുന്നത്. ഈ ഒരു സമയത്ത് ഇൻഡിഗോ കൾട്ടിവേഷന് 2 സിസ്റ്റംസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഒന്ന് നിജ് സിസ്റ്റം, മറ്റൊന്ന് റോട്ടി സിസ്റ്റം. നിജ് സിസ്റ്റം യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഡയറക്റ്റ്ലി ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. അതായത് ഒന്നെങ്കിൽ ലാൻഡ് അവരുടെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ അവർ ഹയർ ചെയ്ത പെസൻസ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി നിജ് സിസ്റ്റത്തിൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ അവരുടെ കൺട്രോളിലായിരുന്നു. രണ്ടാമത്തെ സിസ്റ്റം റോട്ടി സിസ്റ്റമാണ്. റോട്ടി സിസ്റ്റത്തിൽ ഈ ഒരു പെസൻസിനെയും അല്ലെങ്കിൽ റൈറ്റ്സിനെയും ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അതുപയോഗിച്ച് ലോൺസും അഡ്വാൻസസൊക്കെ എടുത്തിട്ട് അവരെ കൊണ്ട് ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലാൻഡിൻ്റെ 25% ഭാഗം എന്തായാലും ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് എഗ്രിമെൻറ്റ് വരുത്തി. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വളരെ കടത്തിലായി, ഈ ഒരു കൾട്ടിവേറ്റേഴ്സ്. ഈ ഒരു കടബാധ്യത കാരണം അവരുടെ ലാൻഡ് അവരുടെ കയ്യിൽ നിന്ന് പോകാനും തുടങ്ങി. ഈ ഒരു സിറ്റുവേഷൻ ആയപ്പം 1859-60 ഈ ഒരു സമയത്ത് ഈസ്റ്റേൺ പാർട്സ് ഓഫ് ബംഗാളിൽ ചെറിയ ചെറിയ റിവോൾട്ട്സൊക്കെ ഉയരാൻ തുടങ്ങി. ഇതിനെതിരെ പ്ലാന്റേഴ്സും വളരെ ഹാഷായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അവർ കിഡ്നാപ്പിങ്സ്, ഇല്ലീഗൽ കൺഫൈൻമെൻറ്റ്സ്, ഫ്ലോഗിങ്, അറ്റാക്സ് ഓൺ വുമൻ ആൻഡ് ചിൽഡ്രൻ, സീസർ ഓഫ് കാറ്റിൽ, ബേണിംഗ് ആൻഡ് ഡിമോളിഷൻ ഓഫ് ഹൗസസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ക്രോപ്സ് തുടങ്ങിയ ആക്ഷൻസാണ് എടുക്കുന്നത്. ഈ ഒരു ഇൻഡിഗോ കൾട്ടിവേഷനിൽ നിന്ന് പിന്മാറണമെങ്കിൽ അവരൊരു ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ അടയ്ക്കേണ്ടിയിരുന്നു. ഇതിനെയാണ് താവാൻ എന്ന് വിളിക്കുന്നത്. ഇൻഡിഗോ റിവോൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സായിരുന്നു ബിസ്വാസ് ബ്രദേഴ്സ്. ബിസ്വാസ് ബ്രദേഴ്സിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നാദിയ എന്ന് പറയുന്ന വില്ലേജായിരുന്നു, നാദിയ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ് എന്നാണ് ഇവരുടെ ഫുൾ നെയിംസ്. ഷോർട്ടായിട്ട് ബിശ്വാസ് ബ്രദേഴ്സ് എന്ന് അറിയപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ലീഡറാണ് ഖാദർ മൊല്ല ഓഫ് പാബ്ന ആൻഡ് റഫീഖ് മൊണ്ടാൽ ഓഫ് മെയ്ദ. ഈ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൗഗാച്ച എന്ന വില്ലേജിൽ നിന്നാണ്. ഈ ഒരു റിവോൾട്ടിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റെൻറ്റ് സ്ട്രൈക്ക്. ഇവരെ അടയ്ക്കേണ്ടിയിരുന്ന റെൻറ്റ് അടയ്ക്കാതിരിക്കുകയും അവരെ എവിക്റ്റ് ചെയ്യാൻ വന്ന അറ്റംപ്റ്റിന് സ്റ്റോപ്പ് ചെയ്യുകയും ഇവർ ചെയ്തു. സ്ലോലി ഇവർ ഇവിടെയുള്ള ലീഗൽ മെഷീനറി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നൊക്കെ പഠിച്ചു. ബംഗാളിലുണ്ടായിരുന്ന ലേൺഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും ഈ ഒരു പെസൻറ്റ് റിവോൾട്ടിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ ഹിന്ദു പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലൂടെ ഹരീഷ് ചന്ദ്ര മുഖർജി ഈ ഒരു പാവപ്പെട്ട ഫാർമേഴ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഇതിലുണ്ടായിരുന്ന ഒരു ലീഡറായിരുന്ന മൊണ്ടാൽ എന്നയാളുടെ മാഗസിൻ്റെ പേരാണ് മൃത്തിക. ഇതിലും ഇൻഡിഗോ പ്ലാന്റേഴ്സിനെതിരായിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ എഴുതിയിട്ടുള്ളത് ബംഗാളി ലാംഗ്വേജിലാണ്. ഇതിൻ്റെ ഓഥറാണ് ദീനബന്ധു മിത്ര.
ബംഗാളി ലിറ്ററേച്ചറിൽ പ്രത്യേകമായിട്ട് തിയേറ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതി കൂടിയാണ് നീൽ ദർപ്പൺ. ഈ ഒരു കൃതിയാണ് ലേറ്റർ നാഷണൽ തിയേറ്റർ ഇൻ കൽക്കത്തയിലേക്കൊക്കെ നയിക്കുന്നത്. നാഷണൽ തിയേറ്റർ ഇൻ കൽക്കത്ത, അതായത് കൊൽക്കത്തയിൽ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ള നാടകം കൂടിയാണ് നീൽ ദർപ്പൺ. ഇത് ശേഷം ഇംഗ്ലീഷിലേക്കും മറ്റു പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രീസ്റ്റായിരുന്ന ജെയിംസ് ലോങ്ങിന് ഇത് പബ്ലിഷ് ചെയ്തതിന് ഇംപ്രിസൺമെൻറ്റും 1000 രൂപ പിഴയൊക്കെ അടയ്ക്കേണ്ടി വന്നു. ഇൻഡിഗോ റിവോൾട്ടിൻ്റെ ഈ ഒരു പ്രോബ്ലം പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻഡിഗോ കമ്മീഷനെ നിയോഗിച്ചു. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പെസൻസിനെ ഇൻഡിഗോ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റൂള് വന്നു. എന്നാൽ ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഈ ഒരു ഇൻഡിഗോ ഫാർമേഴ്സും പ്ലാന്റേഴ്സൊക്കെ നഷ്ടത്തിലേക്ക് വന്നിട്ട് അവരുടെ പ്ലാന്റേഷൻസൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. സോ 1860 ആവുമ്പോഴേക്ക് ബംഗാളിലുണ്ടായിരുന്ന ഇൻഡിഗോ പ്ലാന്റേഷന് ഓൾമോസ്റ്റ് വൈപ്ഡ് ഔട്ട് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇൻഡിഗോ റിവോൾട്ട് ഓഫ് 1859 ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഇൻഡിഗോ റിവോൾട്ട് ഓഫ് 1859 ഈസ് കറക്റ്റ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇറ്റ് വാസ് സപ്പോർട്ടഡ് ബൈ ദ ഇൻ്റലിജൻസിയ ഓഫ് ബംഗാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഇൻഡിഗോ റിബല്യൻ വാസ് അബൌട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ദ പെസൻറ്റ് നോട്ട് വാണ്ടിങ് ടു ഗ്രോ ഇൻഡിഗോ ബട്ട് ബീങ് ഫോഴ്സ്ഡ് ടു ഗ്രോ അറ്റ് എ പ്രൈസ് ദാറ്റ് വാസ് അൺആക്സെപ്റ്റബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻഡിഗോ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഡിക്ലൈൻ ബൈ ദ ബിഗിനിങ് ഓഫ് ദ 20th century ബിക്കോസ് ഓഫ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡാഷ് റിലേറ്റ്സ് ടു ദ റിഫ്യൂസൽ ടു ഗ്രോ ഇൻഡിഗോ പ്ലാന്റ്സ് ബൈ thousands of raids ഇൻ ബംഗാൾ ഇൻ 1859. ഇത് ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്, നീലെ റിബല്യൻ. നീലെ റിബല്യൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇൻഡിഗോ റിബല്യൻ. നമുക്കറിയാം ഇൻഡിഗോ എന്തിൻ്റെ ഡൈ ആണ്? നീല കളറിൻ്റെ ഡൈ ആണ്. സോ ഇറ്റ്സ് ഈസി ടു റിമെമ്പർ. Which compensation tax the indigo farmers were required to pay if they decide exemption from indigo cultivation? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, താവാൻ. When did indigo revolt, a peasant movement, start in India? ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ, 1859. The indigo revolt took place in the year 1859 in dash. ഇതിൻ്റെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, ബംഗാൾ. Which book depicts the plight of indigo cultivators? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, നീൽ ദർപ്പൺ. ഇതിൻ്റെ ഓഥറാണ് ദീനബന്ധു. Indigo or Blue Rebellion 1859 was caused due to? ഇതിൻ്റെയും കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, harsh agri-economic conditions under which indigo cultivators were put by the British planters. Which newspaper supported the indigo peasant movement of Champaran? Correct answer is option 2, Hindu Patriot. Who among the following led the famous indigo revolt in Bengal? Correct answer is option 2, Vishnu Charan Bishwas and Digambar Bishwas. Who was the viceroy during indigo revolt in India? Correct answer first option ആണ്, Lord Canning. The author of Neel Darpan was? Option 2, Deenabandhu Mitra. The editor of the paper Hindu Patriot, Sri Harichandra Mukherjee, was known to have helped which revolt? Correct answer second option ആണ്, Indigo Revolt. Read the following assertion and reasoning on the problems of indigo cultivators and the Blue Rebellion. Assertion A. In 1859, the Raids of Bengal rose in rebellion, refusing to grow indigo. The reasoning are, they are tired of the oppression forced on them by the Zamindars. Choose the correct option. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ബോത്ത് A and R are true, but R is not the correct explanation of A.
Which of the following was or were the reasons for the Indigo Revolt of 1859-60 in India? First option, peasants were forced to enter into fraudulent contracts. Second, the price paid for the indigo was far below the market price. Third, the peasants were forced to grow indigo on the most fertile lands. ഇതിൽ കറക്റ്റായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. 1, 2 and 3. Who among the following were the leaders of the Indigo Revolt? Correct answer option 2 ആണ്. ദിഗംബർ ബിശ്വാസ് and വിഷ്ണുചരൺ ബിശ്വാസ്. Two main methods of cultivating indigo were dash and dash. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 and 2 ആണ്. റിയോട്ടി and നിച്ച്. Consider the following statements about Indigo Revolt. 1. Digambar Bishwas and Vishnu Vishwas of Nadia district were the leaders of the movement. 2. Based on the recommendation of an Indigo Commission set up by the British government, the government issued a notification in November 1860 that the rights could not be compelled to grow indigo. Which of the above statements is or are correct? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ബോത്ത് 1 and 2.